തമിഴ്നാട്ടിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വലിയൊരു അനൗൺസ്മെൻറ്റ് നടത്തി. അതായത് ബാംഗ്ലൂർ സിറ്റിക്ക് അടുത്ത് കിടക്കുന്ന ബോർഡർ ഏരിയയാണ് കൃഷ്ണഗിരി ജില്ലയിലുള്ള ഹൊസൂർ. ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ്. 71 ഇൻഡസ്ട്രിയൽ സിറ്റിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഉള്ള ഇൻഡസ്ട്രീസ് ഹെവി ഇൻഡസ്ട്രീസാണ്. അശോക് ലേലാൻഡ്, TVS അങ്ങനെയുള്ള വലിയ വലിയ മാനുഫാക്ചേഴ്സ്, സൗത്ത് ഇന്ത്യയിലുള്ള വലിയ വലിയ മാനുഫാക്ചേഴ്സ് മുഴുവനും, അതായത് അവരുടെ ഫാക്ടറികളും പ്ലാന്റുകളും ഉള്ളത് ഈ ഹൊസൂറിലാണ്. അതായത് വലിയൊരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ആ സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബാംഗ്ലൂരിൻ്റെ ബോർഡറാണ്, തമിഴ്നാട്ടിലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിറ്റിക്കകത്ത്, ഈ സിറ്റിയുടെ വെതറും ബാംഗ്ലൂരിൻ്റെ വെതറും ക്ലൈമറ്റ് ഒരേപോലെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എയർപോർട്ട് ഡിക്ലെയർ ചെയ്യുന്നു, 2000 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ പല സിറ്റികളിലും, അതായത് ഡൽഹിയിൽ 2ാമത്തെ എയർപോർട്ട് വരുന്നു, അടുത്ത വർഷം ഉദ്ഘാടനമാണ്. ബോംബെയിൽ 2ാമത്തെ എയർപോർട്ട് വരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ സിറ്റിയുമായിട്ട് അടുത്ത 2ാമത്തെ എയർപോർട്ട് വരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ എയർപോർട്ടിൻ്റെ ഡിക്ലറേഷൻ കഴിയുമ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ വളരെ ആഹ്ലാദമാണ്. കാരണം ഇത് തമിഴ്നാട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകാൻ പോകുന്നത് ബാംഗ്ലൂരിൽ ഇന്ന് ജീവിക്കുന്ന ഒരു വലിയ മൾട്ടി പ്ലൂറലായിട്ടുള്ള കമ്മ്യൂണിറ്റിയുണ്ട്. അതായത് ഒരു മൾട്ടി കോസ്മോപൊളിറ്റൻ കൾച്ചറിലുള്ളവർക്ക് ഇത് ഭയങ്കര താല്പര്യമാണ്. എന്താണ് ഈ ഹൊസൂർ എയർപോർട്ടും ബാംഗ്ലൂരുമായിട്ടുള്ള ബന്ധം? ഇതാണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ മറ്റൊരു ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന സിറ്റിയുണ്ട്. അവിടുന്ന് ഏകദേശം 20-25 കിലോമീറ്ററേ ഉള്ളൂ ഹൊസൂറിൽ. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും, അതായത് ഹൊസൂരിൽ നിന്നും, ആ ഭാഗത്ത് നിന്നും ഇപ്പോഴത്തെ കമ്പഗൗഡ എയർപോർട്ടിലോട്ട്, ഇപ്പോഴത്തെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുവാൻ വേണ്ടി ഏകദേശം 85 മുതൽ 90 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ട്രാഫിക്കുള്ള സമയത്തോ അല്ലാത്ത സമയത്താണെങ്കിൽ 3.5-4 മണിക്കൂർ ഈ പറയുന്ന 80 സ്ട്രെച്ച്, ഈ പറയുന്ന ദൂരം ഇവർക്ക് പോകാൻ, കാരണം അത്രമാത്രം സമയമെടുക്കും. 3-4 മണിക്കൂറാണ് എയർപോർട്ടിലോട്ട് പോകാൻ എടുക്കുന്നത്, എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരാൻ എടുക്കുന്നത്. ബാംഗ്ലൂർ സിറ്റിക്കകത്തുള്ള കാര്യം കൂടാണ് ഈ പറയുന്നത്. ഹൊസൂറിലാണ് കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പം അതിനെ, ആ ടൈമിനെ കില്ല് ചെയ്യുക, അതേപോലെ ആ പ്രദേശങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക. കാരണം ബാംഗ്ലൂർ സിറ്റിക്കകത്ത് സ്ഥലങ്ങൾക്ക് ഭയങ്കര വില കൂടുതലാണ്. ഇപ്പം പല ടെക് കമ്പനികൾക്കും അവരുടെ പല ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, കാരണം വില കൂടുതൽ ഭയങ്കരമായിട്ട് അങ്ങ് മാറി. അതിന് പല പ്രത്യേകതയുണ്ട്. ബാംഗ്ലൂരിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഇപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ കന്നഡികയുണ്ട്, ആന്ധ്രായിഡ്സ് ഉണ്ട്, മലയാളികളുണ്ട്, പഞ്ചാബികൾ, പല മൾട്ടി പ്ലൂറലാണ്, പിന്നെ വിദേശികളുണ്ട്. അപ്പോൾ ഒരു കൾച്ചർ ബാംഗ്ലൂരിൽ ഉണ്ടായി വന്നു. കാരണം വളരെ മനോഹരമായ ഒരു മൾട്ടി കൾച്ചർ, ഒരു കോസ്മോപൊളിറ്റൻ, ഒരു ഗ്ലോബൽ കൾച്ചർ ബാംഗ്ലൂരിൽ ഉണ്ടായി വന്നു. ഇതേപോലെ തന്നെ അതേ കൾച്ചറിൻ്റെ സ്വഭാവം തന്നെയാണ് ഈ ഹൊസൂർ. തമിഴ്നാട് കൾച്ചറല്ല. കാരണം അവിടെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ബേസിക്കലി അവർ ആന്ധ്രായിഡ്സാണ്, തെലുങ്കന്മാരാണ്. പിന്നെ മാർവാഡീസ്, മറ്റുള്ളവർ, മലയാളികൾ, പഞ്ചാബികൾ, ബിസിനസ് കമ്മ്യൂണിറ്റി, അങ്ങനെ വലിയൊരു ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കോട്ടാണ് ഈ എയർപോർട്ട് വന്നു കഴിയുമ്പം ഈ IT ആണെങ്കിലും മറ്റുള്ള പല ഇൻഡസ്ട്രി ആണെങ്കിലും ഇവരുടെ ഹബ്ബ്, കാരണം എയർപോർട്ട് വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും, അതേപോലെ തന്നെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ട്വിൻ സിറ്റീസ്, ഇരട്ട നഗരം എന്ന് പറയും, ഇപ്പം ഹൈദരാബാദ്, സെക്കൻഡറാബാദ് എന്ന് പറയുന്ന പോലെ, കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ഹൊസൂറിന് കിട്ടുകയും, മദ്രാസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സിറ്റിയായിട്ട് ഹൊസൂറിനെ മാറ്റുമ്പം തമിഴ്നാട് സർക്കാരിന് കിട്ടാൻ പോകുന്ന വലിയൊരു ടാക്സ് റവന്യൂ ഉണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് സ്റ്റാലിൻ ഇത് അനൗൺസ് ചെയ്തത്. കാരണം ഇത് വലിയ ഗ്ലോബലായിട്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാകും. കാരണം ഗ്ലോബൽ സിറ്റിയായിട്ട് ബാംഗ്ലൂർ വീണ്ടും വളരാൻ പോവുകയാണ് ഹൊസൂർ വന്നു കഴിഞ്ഞാൽ.
അവിടെയുള്ള ഈ ഹൊസൂരിന് അടുത്തുള്ള കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അതിന് പെരിമീറ്ററായിട്ട് കിടക്കുന്ന 100-200 കിലോമീറ്റർ ദൂരെയുള്ളവർക്ക് പോലും ഈ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടും ഈ സിറ്റിയായി ബന്ധപ്പെട്ടും വലിയ മാറ്റങ്ങൾ, അതായത് വരാൻ മലയാളികൾക്ക് തന്നെ വലിയ മാറ്റമാണ്. കാരണം ഈ സിറ്റിയുമായിട്ട് വരാൻ പോകുന്നത്, ഇതും കൂടെ ഇതിൻ്റെ അകത്ത് അടിയന്തരമായിട്ട് പറയുവാനുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ബൂമാണുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു എയർപോർട്ടും ഈ ബാംഗ്ലൂർ സിറ്റിയായിട്ട് അടുപ്പിച്ച് വന്നു കഴിയുമ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമും കൂടെ കയറി വന്നു കഴിയുമ്പോൾ അതിന് വലിയ മാറ്റവും വലിയ സംഭവങ്ങളായിട്ട് മാറാൻ പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മളൊരു കണക്കെടുക്കാം. ഏകദേശം ബാംഗ്ലൂരിൽ 10 ലക്ഷത്തിലധികം ടെക്കീസ് ഉണ്ട്. അതായത് ടെക്നോളജി IT ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 80% ആളുകളുടെയും സാമ്പത്തികം എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ്സിന് മുകളിലാണ്. കാരണം അവരുടെ സാലറിയും പാക്കേജ്, ഞാൻ പറയുന്നതല്ല, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പത്രത്തിൽ കൊടുത്ത ഒരു റിപ്പോർട്ടിലാണത് പറയുന്നത്. ഇതിനകത്ത് ഹൊസൂറിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ പറയുന്ന ടെക്കീസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന മന്ത്ലി റവന്യൂ, ഇയർലി റവന്യൂ, പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് 80% ആളുകൾക്കും ഒരുവിധം നല്ല പാക്കേജ്, അത് മിഡിൽ ക്ലാസ്സിന് മുകളിലോട്ടാണ്. അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ രീതിയിലാണ് അവരുടെ സാലറിയും പാക്കേജും അവരുടെ ലൈഫ് സ്റ്റൈലും. ഇതെല്ലാം വെച്ച് ഞാൻ എൻ്റെ ഒരു സംഭവം പറയുവാണ്. അപ്പം ഞാനിതൊക്കെ ഒരു 3 വർഷം മുമ്പ് കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിക്ക് ഒരു കത്തെഴുതി. അതായത് പുള്ളിക്കാരനും മുഹമ്മദ് റിയാസ് വളരെ യങ്ങാണ്, പുതിയതായിട്ട് മന്ത്രിയാവുകയാണ്. അപ്പം അയാളിത് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ എന്തു മാറ്റമാണ് കേരളത്തിലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടൊരു ലെറ്ററിനകത്ത് സ്പെസിഫിക്കലി ഇതെല്ലാം കൂടെ മെൻഷൻ ചെയ്തിട്ടാണ് ഒരു ലെറ്റർ ഞാൻ അയച്ചിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹോസൂറിൻ്റെ കാര്യം ഞാൻ എടുക്കുന്നത്. കാരണം അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനൊരു എയർപോർട്ട് ഇവിടെ വരാൻ പോവുകയാണ്, അതോടുകൂടി ഈ സംഭവത്തിൻ്റെ പിച്ച് മുഴുവനും മാറുമെന്ന് ആ ലെറ്ററിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെറ്ററിനകത്ത് ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം ടെക്കീസ് ഉള്ള ബാംഗ്ലൂർ സിറ്റിയിൽ ഇവർക്ക് എപ്പോഴും ഈ പണം ഇഷ്ടം പോലെയുണ്ട്. ഇവർക്ക് വീക്കെൻഡ് എന്ന് പറയുന്ന വലിയ സംഭവം. കാരണം പണമുണ്ടെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും ഇവർക്കൊരു 2-3 മണിക്കൂർ 3-4 മണിക്കൂർ പോയിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യണം. അതിനുശേഷം ഇവർക്ക് പണം സ്പെൻഡ് ചെയ്യണം. അതായത് എല്ലാ മാസവും 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇവർ പോകാറുണ്ട്. സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്ത് ഭാര്യയും മക്കളും കൂടെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോകുന്നു, ഒരു 2-3 ദിവസം അവിടെ നിൽക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഞാനന്ന് പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ ബാംഗ്ലൂർ മൈസൂർ റോഡ് അത് എത്രയും വേഗം ഉണ്ടാകും, അത് ഇംപ്ലിമെൻറ്റ് ഏതാണ്ട് പണി കഴിയാറായി. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവർക്ക് പോകാനുള്ള 3-4 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകാനുള്ള ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വയനാടായിരിക്കും. അതുകൊണ്ട് വയനാടിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ, പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ വയനാടെന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാൻ ഊട്ടിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഊട്ടി വളരെ കൺജസ്റ്റഡ് ആണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ഊട്ടിയോടുള്ള താല്പര്യം കുറയുന്നു. പിന്നെ അത് വളരെ പ്രോപ്പറായിട്ടല്ല ഊട്ടി ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഊട്ടിയിലോട്ട് പോകുന്നതിനേക്കാളും പ്രകൃതിയുമായിട്ട് കൂടുതൽ എടുക്കുവാനും വൈൽഡ് ലൈഫും അതേപോലെ ഭക്ഷണവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോയ്സ് എന്ന് പറയുന്നത് വയനാടാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്പെസിഫിക്കായിട്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ മാസവും മിനിമം 2 ലക്ഷം ടൂറിസ്റ്റുകളെങ്കിലും, അതായത് ഈ പറയുന്ന ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും വയനാടിൽ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ 2 ലക്ഷം ടൂറിസ്റ്റുകൾ വയനാട് വരുവാണെങ്കിൽ ഒന്നാമത് ആ സമയത്ത് വയനാട് വല്ലാത്ത അന്നത്തെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അവിടെ ഫാമിംഗ് തകർന്നിരിക്കുക, കാട്ടാന പ്രശ്നം, വന്യമൃഗ പ്രശ്നം. കാരണം അവിടെ ഇനി ഫാം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ അവിടെ ചെന്ന് കർഷകരോടൊക്കെ സംസാരിച്ച അവരുടെ ഒരുപ്പെട്ട കർഷകരുടെ 80% അവരുടെ ഫാമിംഗ് നിന്നു. പിന്നീട് അവരിപ്പോൾ ചെയ്യുന്ന പരിപാടി ഏറ്റവും അധികം ഈ പശുവിനെ വളർത്തലാണ്. അപ്പോൾ അതാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഈ പശുവുമായിട്ട് ഫാം ടൂറിസം, അതേപോലെ ഈ ടൂറിസം സെക്ടറിൽ അവിടെയുള്ള പല വീടുകളും, കാരണം ഈ അത്രയും ഹോട്ടലും ഈ റിസോർട്ടുകളൊന്നും ഈ വയനാടില്ല.
അതില്ലാത്തതും വളരെ നല്ലത്. അപ്പം അതിൻ്റെ പേരിൽ അവിടെയുള്ള വീടുകൾ ഞാൻ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ എല്ലാം വലിയ വീടുകളാണ്. അപ്പോൾ ഈ വീടുകൾ കൺവേർട്ട് ചെയ്ത് ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഹോം സ്റ്റേ ടൂറിസം ഡെവലപ്പ് ചെയ്തതിനെ പറ്റിയൊക്കെയാണ് വ്യക്തമായിട്ട് ഞാൻ എഴുതിയിരുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ ഡൽഹിയിൽ പോകാൻ മുംബൈയിൽ പോകും. ഇപ്പോൾ ഒരു ചിലയിടത്ത് സ്ട്രീറ്റുകളുണ്ട്. ഇപ്പം ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ബ്രിഗേഡ് റോഡും ചർച്ച് സ്ട്രീറ്റ്, സെൻറ്റ് മാർക്ക് സ്ട്രീറ്റ്. ഇവിടെയാണ് ആൾക്കാർ ദിവസം ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്യുന്നത്, ചെറുപ്പക്കാരും മറ്റുള്ളവരും. അതേപോലെ തന്നെ ഈ വയനാട് ഏതെങ്കിലും സ്പേസ് എടുത്തിട്ട് അവിടെ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ ചർച്ച് സ്ട്രീറ്റിൻ്റെ രീതിയിലോ, ഇത് ലോകം മുഴുവനുണ്ട് ഇതേപോലെ സ്ട്രീറ്റ്, ഇതിൻ്റെ 2 ഭാഗത്തും റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസും ഈ സംഭവം പ്രൈവറ്റൈസ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ, കാരണം ആൾക്കാർക്ക് എൻഗേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ പണം സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളും അതേപോലെ വൈൽഡ് ലൈഫ്, കാരണം ഇപ്പോൾ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ് ലോകത്ത്. അപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിൽ ഈ ടെക് ജനറേഷനാണെങ്കിലും ഇപ്പം ഈ മുത്തങ്ങയാണെങ്കിലും മാനന്തവാടിയാണെങ്കിലും വയനാടിന് ചുറ്റും ഇപ്പോൾ വലുതായിട്ടൊന്നും കാട്ടിപ്പോട്ടെ റോഡിലെല്ലാം മൃഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ കാണാനും ഇപ്പം ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്യുവാണെങ്കിൽ വയനാടെന്ന് പറയുന്നത് വല്ലാത്തൊരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാകും. അവിടെ ആൾക്കാർ കൊണ്ട് പണം സ്പെൻഡ് ചെയ്യും. അവിടെയുള്ള ഫാർമേഴ്സിനാണെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്ക് അവർക്കൊരു വലിയ മാർഗമുണ്ടാകും. അപ്പം ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പം ഇപ്പോൾ ഒരു ചെറിയ വീടോ 3-4 മുറിയുള്ളൊരു വീട് ഉള്ള ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ 1-2 മുറി ഒരു മാസം 15 ദിവസം അത് ബുക്കിംഗ് ആണെങ്കിൽ അവരുടെ ഫുഡും എല്ലാം കൂടെ ചേർക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം 1 ലക്ഷം രൂപ വരെ റവന്യൂ മോഡൽ ഞാൻ അതിൻ്റെ അകത്ത് ആ ലെറ്ററിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ അത് കിട്ടുന്നത്. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോറിക്ഷ, മറ്റുള്ള ടാക്സി, മറ്റുള്ള കടകൾ, മറ്റുള്ള ബിസിനസ് ഇതെല്ലാം ബൂം ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ട് ലെറ്റർ ഈ മൊണ്ണയ്ക്ക് ഞാൻ എഴുതിയിരുന്നു. അതിന് ഇന്ന് വരെ റിപ്ലൈ തന്നിട്ടില്ല. ആ ലെറ്റർ കണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാനീ പറയാൻ പോകുന്നത് ഓരോ സ്റ്റേറ്റുകളുടെ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലാണ് പോകുന്നത്. ഇപ്പം ഹോസൂർ എടുക്കുക, ബാംഗ്ലൂർ എടുക്കുക, എങ്ങനെയാണെങ്കിലും ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം അതായത് തമിഴ്നാട്, ബാംഗ്ലൂരിലുണ്ടായ ഡെവലപ്മെൻറ്റ് അവർക്കും വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എയർപോർട്ട് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ കേരളത്തിന് പറ്റിയ സംഭവം എന്ന് പറയുന്നത് ഇവിടെയുള്ള ടെക്കീസിനെയും ബിസിനസ്സുകാരെയും അവർ കേരളത്തിൽ ടൂറിസ്റ്റുകളായിട്ട് എത്താൻ വേണ്ടിയുള്ള സംഭവമാണ്. ഗവൺമെൻറ് ചെയ്താൽ കേരളത്തിൻ്റെ എക്കോണമിയും വലിയ മാറ്റമുണ്ടാകും.